നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റാണ് നാളെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതുകൊണ്ട് ഒരു ജനകീയ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുകയാണ് പൊതുജനം. കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിൽ ജനകീയ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചാലും പതിവ് പോലെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാൻ തന്നെയാണ് ഇത്തവണയും സാധ്യത. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില കണ്ണിൽ പൊടിയിടലുകൾ ഉണ്ടാവുമെന്ന കാര്യവും ഉറപ്പാണ്. പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സമ്മേളനത്തിനും ഇന്ന് തുടക്കമാവുകയാണ്. അതുകൂടാതെ മറ്റൊട്ടേറെ കോടതി വാർത്തകളും ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാന ബഡ്ജറ്റ് നാളെ ജനക്ഷേമ ബഡ്ജറ്റ് ആയിരിക്കുമെന്നും ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ല എന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അമൃത ന്യൂസിനോട്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള ഇന്നും സഭയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം. നിയമസഭാ കവാടത്തിലെ പ്രതിപക്ഷ MLA-മാരുടെ സത്യാഗ്രഹ സമരം തുടരുന്നു. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കമാവുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ. ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി NDAയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും യോഗം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമെന്ന് SIT. ജാമ്യം നൽകരുതെന്നും വാദം. നിഷേധിച്ച് തന്ത്രി. കുറ്റപത്രം വൈകുന്നതോടെ സ്വാഭാവിക ജാമ്യം തേടി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന്. വിധി പറയുക പത്തനംതിട്ട സെഷൻസ് കോടതി. പരാതിക്കാരിയുമായി ഉഭയസമ്മത ബന്ധമെന്ന് ആവർത്തിച്ച് പ്രതിഭാഗം. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഇറാനെതിരായ നീക്കങ്ങളോട് സഹകരിക്കില്ലെന്ന നിലപാട് കടുപ്പിച്ച് ഗൾഫ് രാജ്യങ്ങൾ. അമേരിക്കയുടെ സൈനിക നീക്കത്തോട് സഹകരിക്കില്ലെന്ന് സൗദി അറേബ്യ. തടവിലാക്കിയ പ്രക്ഷോഭകരെ വധിക്കുന്നത് തുടർന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിച്ച് ടെക്സാസ്. ഇന്ത്യ ന്യൂസിലാൻഡ് 4ാം T20 ഇന്ന്. മത്സരം വൈകിട്ട് 7-ന് വിശാഖപട്ടണത്ത്. 5 മത്സരങ്ങൾ ഉള്ള പരമ്പരയിൽ ഇന്ത്യ 3-0 മുന്നിൽ. ആദ്യ 3 മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ സഞ്ജു സാംസണ് ഇന്ന് നിർണായകം. ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ മികച്ച പ്രകടനം അനിവാര്യം. സംസ്ഥാന ബഡ്ജറ്റ് നാളെയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ജീവനക്കാരുടെ ക്ഷാമബത്ത ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും ജനക്ഷേമ ബഡ്ജറ്റ് ആയിരിക്കുമെന്നും ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ല എന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അമൃത ന്യൂസിനോട് പറഞ്ഞു. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടെ ജനപ്രിയ ബജറ്റ് എങ്ങനെ അവതരിപ്പിക്കാനാകുമെന്ന ചോദ്യങ്ങളാണ് സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്. കാശില്ലാതെ കയ്യടി നേടാൻ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ വിഭവ സമാഹരണം എങ്ങനെയാകുമെന്ന് ധനമന്ത്രി വിശദീകരിക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ എന്ത് മാജിക്കാകും കാട്ടുക എന്ന ചോദ്യം ധനമന്ത്രി തള്ളുകയാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ബജറ്റ് തന്നെയാകും ഉണ്ടാകുകയെന്നും സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ലെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അമൃത വാർത്തകളോട് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബജറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, തയ്യാറാക്കുന്നത്. കേരളത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവാൻ, നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കൂടുതൽ ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട വശങ്ങളുണ്ടാവാൻ, സാമൂഹ്യക്ഷേമ പദ്ധതികളും പിന്നെ പുതിയ ജോലി സാധ്യതകളെല്ലാം ചേർത്തുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക ക്രൈസിസിനെ നേരിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. നല്ല മുന്നോട്ട് വരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയും ആ ക്രൈസിസിനെ നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ കിട്ടാനുള്ള പണം കിട്ടണമല്ലോ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന്. ജനകീയ ബജറ്റായിരിക്കും. പ്രധാന ആകർഷണങ്ങളായ സാമൂഹ്യക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി, ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, റബ്ബറിന്റെ താങ്ങുവില തുടങ്ങിയവയ്ക്കായി വലിയൊരു തുക ബജറ്റിൽ മാറ്റിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി ഞെട്ടിച്ചുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഒരു വിസ്മയ ബജറ്റ് ആകുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. അൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭാ കവാടത്തിൽ MLA-മാരുടെ സത്യാഗ്രഹം തുടരുന്നു. വിഷയത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാവും. നാളെ സംസ്ഥാന ബഡ്ജറ്റാണ്. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, നാളെ ഇപ്പോൾ സംസ്ഥാന ബഡ്ജറ്റാണ്. പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് കൂടിയാണ് നാളെ. ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വെക്കേണ്ടതുണ്ട്. അത് ഇന്ന് സഭയിൽ വെക്കില്ലേ? ഉറപ്പായും ഇന്ന് ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് സാധാരണഗതിയിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഈ ഒരു വർഷം എന്ത് നേട്ടമാണ്, സാമ്പത്തികമായ ഒരു സംസ്ഥാനം എത്രത്തോളം അഭിവൃദ്ധി പ്രാപിച്ചു, അത് ആഭ്യന്തര വരുമാനം എത്ര ഉയർന്നു, കടം എത്രയുണ്ട്, പൊതുകടം എത്ര ഉയർന്നു, ബാക്കി ധനക്കമ്മി എത്രയുണ്ട്, ഈ രീതിയിലുള്ള സാമ്പത്തികമായ ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയും താഴ്ചയും കടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന പ്രതിപാദിക്കുന്ന ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ, കാർഷിക മേഖല ഉൾപ്പെടെ വിവിധ മേഖലകളിൽ അഭിവൃദ്ധി നേടിയത്, പ്രൊഡക്ഷൻ ഉത്പാദന മേഖലയിലും ഉൾപ്പെടെ വിറ്റുവരവ് എത്ര ഉൾപ്പെടെയുള്ള എല്ലാ കണക്കുകളും ഒരു വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. അതിൽ കഴിഞ്ഞ തവണയും അതിന്റെ മുൻവർഷങ്ങളിലൊക്കെയും ആഭ്യന്തര വരുമാനത്തിൽ വലിയ രീതിയിലുള്ള വളർച്ച കൈവരിച്ചു എന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതും കേരളം അവകാശപ്പെടുന്നതും ആ രീതിയിൽ തന്നെയാണ്. ഒപ്പം തന്നെയും ഈ നികുതി വരുമാനം, ആഭ്യന്തര നികുതി വരുമാനത്തിൽ വലിയ രീതിയിൽ വളർച്ചയായിരുന്നു കഴിഞ്ഞ 4 വർഷവും ഉണ്ടായി എന്നാണ്. അത് കോവിഡിന് ശേഷം ഉണ്ടായ കണക്കുകളിൽ വലിയ രീതിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടായി എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ എല്ലാ സമയവും അവകാശപ്പെട്ടിരുന്നത്. ആ കണക്കുകളും ആ രീതിയിൽ തന്നെയായിരുന്നു. ആ ആഭ്യന്തര വരുമാനം, നികുതി വരുമാനം എത്രത്തോളം കൂടി, നികുതി ഏതൊരു വരുമാനവും എത്രത്തോളം വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകളിൽ. ഈ കണക്കുകൾ പൂർണ്ണമായും വിവരിക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ടാകും ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വരിക. ഒപ്പം തന്നെ ഇന്ന് നിയമസഭ വീണ്ടും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സഭ വീണ്ടും പ്രക്ഷുബ്ധമാകും. കാരണം ഈ ഒരു വിഷയത്തിൽ MLA-മാർ രണ്ട് MLA-മാർ സമരം സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. CR മഹേശൻ, നജീബ് കാന്തപുരം. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു സത്യാഗ്രഹത്തിൽ ഒതുക്കി നിർത്താൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ വിഷയത്തിൽ പ്രതിഷേധവും മുദ്രാവാക്യം വിളികളും ഒക്കെ ഉണ്ടാകും. മാത്രമല്ല നയപ്രഖ്യാപനം പ്രമേയ ചർച്ച ഇത് നടക്കുകയാണ്. ഈ നന്ദി പ്രമേയ ചർച്ച നടക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. ഈ പയ്യന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിൽ അവതരണം നിഷേധിച്ചതിനെ തുടർന്ന് ഇറങ്ങിപ്പോയിരുന്നു. പ്രതിപക്ഷമില്ലാതെ ഭരണപക്ഷമാണ് അതിനുള്ള മറുപടി നൽകി നയപ്രഖ്യാപന ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷെ ഇന്ന് നയപ്രഖ്യാപന ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ പല വിഷയങ്ങളും ശശി തരൂരിന്റെ വിഷയം വരെ ഉയർത്തി സഭയിൽ ഓരോ അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷെ അതിന് മറുപടി നൽകാൻ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പ്രതിപക്ഷ അംഗങ്ങളുടെ സ്ഥാനത്ത് കൂടിയാകും വലിയ ചർച്ച, വാഗ്വാദങ്ങൾ വരെയും ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിയന്തര പ്രമേയമായി ഇന്ന് കഴിഞ്ഞ ദിവസം ചെയ്തതിനെയും ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയില്ല. പക്ഷെ പയ്യന്നൂർ വിഷയമാണ് ഇപ്പോഴാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ അതിന് അവതരണ അനുമതി നൽകിയതുമില്ല. ഇന്ന് ഏത് വിഷയമാണ് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരിക, ഏതൊക്കെ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്, അതിൽ ഇപ്പോൾ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അവസാന നിമിഷമാകും പ്രതിപക്ഷം, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അവസാന നിമിഷമാകും പ്രതിപക്ഷം കാര്യത്തിൽ തീരുമാനത്തിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നാളെ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് ഏതായിരിക്കും വിഷയം എടുക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ പയ്യന്നൂരായിരുന്നു. ഇന്ന് ഒരു പക്ഷേ ശബരിമല വിഷയമാണെങ്കിലും അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാനൊരു സാധ്യത ഉണ്ടാവില്ലല്ലോ. കോടതിക്ക് മുന്നിലാണ് എന്ന് പറഞ്ഞ് സ്പീക്കർ അത് തള്ളുകയല്ലേ ഉള്ളൂ. അതിലല്ലേ സാധ്യത. ഇനിയിപ്പോൾ ഒരു പക്ഷേ ശബരിമല വിഷയമാണ് അടിയന്തര പ്രമേയമായിട്ട് എടുക്കുന്നത് എങ്കിലും ശബരിമല വിഷയം എന്തായാലും അടിയന്തര പ്രമേയമായി കൊണ്ടുവരില്ല. കാരണം അത് ഉറപ്പാണ്. ശബരിമല നേരിട്ട് ആ വിഷയം അടിയന്തര പ്രമേയം ആദ്യത്തെ 2 ദിവസങ്ങളും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാതെയാണ് സഭയിൽ പ്രതിഷേധം ഉണ്ടാവുക. അത് വലിയ രീതിയിൽ വിവാദം ഉണ്ടാവുകയൊക്കെ ചെയ്താണ്. പ്രതിപക്ഷത്തിന് ധൈര്യമില്ല, ചർച്ചയിൽ നോട്ടീസ് നൽകാൻ ധൈര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ വലിയ വിമർശനമൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു വിഷയം സഭയിൽ, അത് കാരണം പ്രതിപക്ഷം വ്യക്തമാക്കിയതാണ്, സഭയ്ക്കകത്ത് അങ്ങനെ ഒരു ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ തയ്യാറല്ല. എല്ലാ ദിവസവും സജീവമായി വിഷയം നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയം അടിസ്ഥാനമായി കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നില്ല. മാത്രമല്ല MLA-മാർ സത്യാഗ്രഹം ഇരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അത് ഇന്നലെ സഭ തുടങ്ങിയപ്പോൾ തന്നെയും പ്രതിപക്ഷ നേതാവ് തങ്ങളുടെ നിലപാട് ഇതാണ് ഈ വിഷയത്തിൽ ഇത് പറയുകയും ചെയ്തൊരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് ഒരു അടിസ്ഥാനം വീണ്ടും അതൊരു ചർച്ചയായി
സഭയ്ക്കകത്തൊരു ചർച്ചയായി കൊണ്ടുവരാനാണ് സാധ്യത. പക്ഷെ ഓരോ വിഷയം വരുമ്പോഴും ശബരിമല ഉയർത്തി പ്രതിഷേധിക്കുകയും ശബരിമല ഉയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്തുക, അത് നന്ദിപ്രമേയ ചർച്ച അടക്കം ഓരോ തവണയും ഈ വിഷയം ഉയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക, അത് ആ തന്ത്രമാകും സഭയിൽ പുറത്തെടുക്കുക. അതേസമയം ഇന്ന് മറ്റൊരു വിഷയം, പയ്യന്നൂർ വിഷയം ഇനി കഴിഞ്ഞ ദിവസം തള്ളിയത് കാരണം അതിനെ കൊണ്ടുവരില്ല, മറ്റു വിഷയങ്ങളിൽ ഏതെങ്കിലും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പ്രതിപക്ഷ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ തന്നെയും ശബരിമല വിഷയം ഉയർത്തി മറ്റേതെങ്കിലും രീതിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം കൊണ്ടുവരികയോ അടിയന്തര പ്രമേയം അല്ലാതെ കൊണ്ടുവന്ന് പ്രതിഷേധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യം അറസ്റ്റിലായ കട്ടളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. ദ്വാരപാലക കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും ഇന്ന് സമർപ്പിക്കും. വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി എടുക്കുകയാണ്. ജാമ്യത്തിനുള്ളൊരു സാധ്യത ഉണ്ടോ? എന്താണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്? തീർച്ചയായുമായ ഇക്കാര്യത്തിൽ മുൻ വിധികളെ ജാമ്യാപേക്ഷകളെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ അനുകൂല നിലപാടെടുക്കാൻ, അതായത് വിധി ജാമ്യാപേക്ഷയ്ക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ജാമ്യാപേക്ഷ നൽകില്ല എന്നൊരു തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് നിയമവിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഈ പ്രതികളെല്ലാം തന്നെ മുരാരി ബാബു, വാസു, പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകളൊക്കെ കോടതി തള്ളിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില സാങ്കേതികതകളിലേക്ക് നോക്കുമ്പോൾ 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത കേസുകളിൽ മാത്രമാണ് കോടതി ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞ് കൊണ്ട് അല്ലെങ്കിൽ ജാമ്യം അവർക്ക് സ്വാഭാവിക ജാമ്യം നൽകുന്ന ഒരു സമീപനത്തിലേക്ക് കോടതി എത്തിയത്. പക്ഷേ ഇടക്കാലത്തായി ഇവർ സമർപ്പിച്ച ഈ ജാമ്യാപേക്ഷകളിൽ ഒന്നും തന്നെ കോടതി വിധി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ ഈ കേസും പരിഗണിക്കുമ്പോൾ ഇന്ന് തന്ത്രി ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലാണ് ആദ്യം ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ജാമ്യാപേക്ഷയും തള്ളുന്നതിനുള്ള സാഹചര്യങ്ങളാണുള്ളത്. ഇന്ന് സമർപ്പിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് സമർപ്പിക്കുന്ന ജാമ്യാപേക്ഷ അത് ദ്വാരപാലക കേസിൽ, കട്ടളപ്പാല കേസിലെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുമ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒപ്പം തന്നെ ദ്വാരപാലക കേസിലെ ജാമ്യാപേക്ഷയും കൂടി കോടതിയിൽ തന്ത്രി സമർപ്പിക്കുന്നുണ്ട്. തനിക്ക് ഈ കാര്യങ്ങളിലൊന്നും പങ്കില്ലെന്നും ആചാരങ്ങൾ പാലിച്ചു മാത്രം പ്രവർത്തിച്ച ആളാണ് താനെന്നുമാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷയിലൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഏതായാലും ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കേസുമായി ഇതിന്റെ വാദങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉണ്ടാവുക. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. കട്ടളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. ഒപ്പം ദ്വാരപാലക കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കമാവുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ്. ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി NDAയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും യോഗം ചേരും. തുടർച്ചയായി 9ാം വർഷത്തെ ബഡ്ജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഏപ്രിൽ 2 വരെ നീളുന്നതാണ് സമ്മേളന കാലയളവ്. സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 അവസാനിക്കും. ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. മാർച്ച് 9 മുതലാണ് 2ാം ഘട്ടം. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ വി അനന്തനാഗേശ്വരൻ സമർപ്പിക്കും. ഞായറാഴ്ചയാണെങ്കിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റ് ഫെബ്രുവരി 1-ാം തീയതി തന്നെ അവതരിപ്പിക്കും. സഭാ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി ഉറപ്പു നൽകിയ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് സംസ്ഥാനങ്ങൾ. 2027 സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയുടെ കടം GDP അനുപാതം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണത്തെ ബജറ്റ്. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കണക്കിലെടുത്ത് ഉയർന്ന പ്രതിരോധ ബജറ്റാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന 8ാം ശമ്പള കമ്മീഷന്റെ വ്യവസ്ഥ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം, MSMEകൾക്കും രത്നങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും തുകലും പോലുള്ള താരിഫ് സെൻസിറ്റീവ് മേഖലകൾക്കും പ്രോത്സാഹനങ്ങൾ, ലിഥിയം, കൊബാൾട്ട്, അപൂർവ ഭൂമികാന്തങ്ങൾ തുടങ്ങിയ നിർണായക ധാതുക്കളുടെ പരിരക്ഷണത്തിനും സംസ്കരണത്തിനുമുള്ള ധനസഹായം എന്നിവയാണ് ബജറ്റിൽ ഊന്നൽ നൽകാൻ സാധ്യത. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ഇറാനെതിരായ നീക്കങ്ങളോട് സഹകരിക്കില്ലെന്ന നിലപാട് കടുപ്പിച്ച് ഗൾഫ് രാജ്യങ്ങൾ. അമേരിക്കയുടെ സൈനിക നീക്കത്തോട് സഹകരിക്കില്ലെന്ന് സൗദി വ്യക്തമാക്കി. ഇതിനായി സൗദിയുടെ കര, വ്യോമ, നാവിക മാർഗങ്ങളെ ഉപയോഗിക്കാനാവില്ലെന്നും പ്രതികരിച്ചു. UAEക്ക് പിന്നാലെയാണ് സൗദി നിലപാട് കടുപ്പിച്ചത്. സൗദി കിരീടാവകാശിയുമായി ഇറാൻ പ്രസിഡന്റ് ചർച്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം. അതേസമയം ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സർക്കാർ തടവിലാക്കിയ പ്രക്ഷോഭകരെ വധിക്കുന്നത് തുടർന്നാൽ കടുത്ത സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ദക്ഷിണ ചൈന കടലിൽ നിന്നുമാണ് ഈ കപ്പൽ പടയെ അടിയന്തരമായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ടത്. ഇറാൻ മികച്ച തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. And by the way, there's another beautiful armada floating beautifully toward Iran right now. So we'll see. I hope they make a deal. I hope they make a deal. They should have made a deal the first time they'd have a country. And just സർക്കാർ ഏജൻസികളിലും സർവകലാശാലകളിലും പുതിയ H1B1 വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ഇതിനുവേണ്ടിയുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു ടെക്സസ് ഗവർണറാണ് നിർദ്ദേശം നൽകിയത്. അമേരിക്കൻ പൗരന്മാരായ തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് നീക്കമെന്നാണ് ടെക്സസ് ഗവർണറായ ഗ്രേഗ് അബോട്ട് പറയുന്നത്. അമേരിക്കയിലെ തൊഴിലുകൾ അമേരിക്കക്കാർക്ക് ലഭിക്കണമെന്ന് വ്യക്തമാക്കിയാണ് 2027 മെയ് 31 വരെ പുതിയ H1B1 വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ റിപ്പബ്ലിക്കൻ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫെഡറൽ പ്രോഗ്രാമിലെ ദുരുപയോഗങ്ങൾ തടയുന്നതിനും അമേരിക്കക്കാർക്ക് അവസരം ലഭിക്കുന്നതിനുമാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ, സർവകലാശാലകൾ, ഇവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം. ടെക്സസ് സമ്പദ് വ്യവസ്ഥ ടെക്സസിലെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും പ്രയോജനകരമാക്കണമെന്ന് ഗ്രേഗ് അബോട്ട് പറയുന്നു. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. OP ബഹിഷ്കരിക്കുന്നതോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സാ നടപടികളും നിർത്തില്ലെന്നാണ് തീരുമാനം. ഫെബ്രുവരി മുതൽ സമരം കടുപ്പിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകണം എന്നാണ് ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, KGMCTA പല കാര്യങ്ങളും സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ മാസവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയൊക്കെ നടന്നു ആരോഗ്യവകുപ്പുമായി. പക്ഷേ നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഫെബ്രുവരി മുതൽ സമരം കടുപ്പിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായി ഒരു ചർച്ച പ്രതീക്ഷിക്കാം, അല്ലേ? മായ, ഈ ഏകദേശം 6 മാസത്തോളമായി ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് KGMCTA പ്രതിഷേധ സമരങ്ങളും സൂചനാ പണിമുടക്കുകളും ഒക്കെ തന്നെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്തരത്തിലുള്ള സമര പരമ്പരകളൊക്കെ തന്നെ നടത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു നിലപാടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. പ്രധാനമായും ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് ശരിയല്ല എന്നുള്ള ആക്ഷേപമൊക്കെ തന്നെ ഈ KGMCTA ഭാരവാഹികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്കൊക്കെ കടന്നുകൊണ്ട് അത്തരത്തിൽ സൂചനാ പണിമുടക്കുകൾ ഉൾപ്പെടെ KGMCTAയും ഈ ഡോക്ടർമാരും ഒക്കെ തന്നെ ആരംഭിച്ചത്. നിലവിൽ ഏതായാലും ഫെബ്രുവരി 2 മുതൽ സമരം കടുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഈ ഡോക്ടർമാർ നിലവിൽ കടക്കുന്നത്. ഫെബ്രുവരി 2 മുതൽ OP ബഹിഷ്കരിക്കും. അതിനുശേഷം അധ്യാപന ബഹിഷ്കരണം ഉൾപ്പെടെ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ ഏതായാലും ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. ഫെബ്രുവരി മുതലായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുക, ഈ സമര പരമ്പരകളൊക്കെ തന്നെ ഉണ്ടാകുക. ഏതായാലും നിലവിലെ അധ്യാപന ബഹിഷ്കരണം, OP ബഹിഷ്കരണം ഉൾപ്പെടെ നടത്തുമ്പോൾ അതിൽ പ്രധാനമായും രോഗികളും അതുപോലെ തന്നെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് അതിന്റെ ഒരു പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും പരീക്ഷകളൊക്കെ അടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അധ്യാപനം ബഹിഷ്കരിക്കുന്ന ഒരു നടപടികളിലേക്കൊക്കെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ കടന്നു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാവാനുള്ളൊരു സാധ്യതയുണ്ട്. ആരോഗ്യമന്ത്രിയുമായി ഇവർ നേരത്തെ തന്നെ പലതവണ ഒരു പ്രാവശ്യമല്ല പലതവണ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകളിലൊന്നും തന്നെ അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിലൊക്കെ തന്നെ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നടപടികളിലേക്ക് ആരോഗ്യവകുപ്പോ ആരോഗ്യമന്ത്രിയോ ഒന്നും തന്നെ കടന്നിട്ടില്ല എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമര പരിപാടികളിലേക്ക് നീങ്ങുന്നത് എന്നും KGMCTA ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? OP ബഹിഷ്കരണം ഉണ്ടായില്ലേ അന്ന്? ഒപ്പം അധ്യയനം തടസ്സപ്പെടുകയും ചെയ്തു, അല്ലേ?
മായ, തീർച്ചയായിട്ടും സൂചനാ പണിമുടക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ കഴിഞ്ഞ ദിവസം OP ബഹിഷ്കരണം ഉൾപ്പെടെ ഡോക്ടർമാർ നടത്തിയിരുന്നു. അതിൽ രോഗികൾക്ക് വലിയ രീതിയിലുള്ള അടിയന്തരമായ ശസ്ത്രക്രിയകളൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള രോഗികളോടൊന്നും തന്നെ അത്തരത്തിലൊരു സമീപനം ഉണ്ടായില്ലെങ്കിലും OP ബഹിഷ്കരണം ഉൾപ്പെടെ നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ രോഗികൾ ചെറിയ രീതിയിൽ വലഞ്ഞുവെങ്കിലും അത് വലിയ രീതിയിലോട്ട് ഒരു സമര പരമ്പരയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ അതൊരു സൂചനാ പണിമുടക്ക് മാത്രമായി അവസാനിക്കുകയായിരുന്നു. പക്ഷേ ആ സൂചനാ പണിമുടക്കിന് ശേഷം ധനമന്ത്രിയുമായുള്ള ഒരു ചർച്ച നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെന്നും ചർച്ചയ്ക്ക് വിളിക്കുമായിരിക്കുമെന്നും KGMCT അംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഏതായാലും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലായിരിക്കും അറിയുക. ആരോഗ്യവകുപ്പുമായുള്ള ചർച്ച ഏതായാലും നടന്ന ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഇനി ആരോഗ്യവകുപ്പും ധനവകുപ്പും ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് കൂടുതൽ ഈ സമരം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ ആ ചർച്ചകളിലേക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് KGMCT അംഗങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ശരി, ആദരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രതിഷേധം കടുപ്പിക്കാൻ പോവുകയാണ്. OP ബഹിഷ്കരിക്കുന്നതോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സാ നടപടികളും നടത്തില്ല എന്നാണ് അവരുടെ തീരുമാനം. ഏതായാലും ഫെബ്രുവരി മുതൽ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു പക്ഷേ ധനവകുപ്പും ആരോഗ്യവകുപ്പുമായി ഒരു ചർച്ച അതും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിസന്ധി ഒഴിയാതെ കുട്ടനാട്ടിലെ താറാവ് കർഷകർ അധികൃതർ വേണ്ട പരിഗണന നൽകുന്നില്ല. വർഷം തോറും എത്തുന്ന പക്ഷിപ്പനി ഇത്തവണയും കർഷകർക്ക് മേൽ ദുരിതം വിതച്ചതോടെ ദുരിതത്തിലാകുന്നത് കുട്ടനാട്ടിലെ താറാവ് കർഷകരാണ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലയിൽ വിവിധ ദിവസങ്ങളായി കൊന്നൊടുക്കിയത് നിരവധി താറാവുകളെയാണ്. നെടുമുടി, ചെറുതന, കരുവാറ്റ, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര തെക്ക്, തകഴി, പുറക്കാട് പഞ്ചായത്തുകളിലായി 20,000-ഓളം പക്ഷികളെയാണ് കള്ളിങ്ങിലൂടെ കൊന്നൊടുക്കിയത്. എന്നാൽ ഇതിൽ കൊന്നൊടുക്കിയ താറാവുകളെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ പുറത്തുവിടാനോ തുടർ നടപടികൾ ആരംഭിക്കുവാനോ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. മുൻവർഷങ്ങളിൽ കള്ളിങ് നടത്തിയതിൻ്റെ നഷ്ടപരിഹാര തുക ഇപ്പോഴും ലഭിക്കാനിരിക്കെയാണ് പുതുവർഷാരംഭത്തിൽ വില്ലനായി വീണ്ടും പക്ഷിപ്പനി എത്തിയത്. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത കർഷകർ ഇതോടെ പ്രതിസന്ധിയിലായി. വർഷം തോറും പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും പക്ഷികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നതല്ലാതെ പക്ഷിപ്പനിയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയോട് കർഷകർ പ്രതിഷേധത്തിലാണ്. വാക്സിൻ വിതരണത്തിലുണ്ടാകുന്ന അലംഭാവവും ഈ മേഖലയോടുള്ള അധികൃതരുടെ സമീപനവുമാണ് കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ദേശീയ അംഗീകാരം ലഭിച്ച കുട്ടനാടൻ താറാവുകളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടാകുന്നില്ല എന്നാണ് കർഷകരുടെ ആരോപണം. നഷ്ടപരിഹാര തുക നൽകുന്നതിൽ വരുത്തുന്ന വീഴ്ചയും പക്ഷിപ്പനി പ്രതിരോധത്തിലെ അപാകതകളും ഇനിയും തുടർന്നാൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടുന്ന ഗതികളിലാണ് കുട്ടനാട്ടിലെ കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. അതിവേഗ റെയിൽപാതയിൽ നിന്ന് കാസർഗോഡ് ജില്ലയെ ഒഴിവാക്കിയതിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധം ശക്തമാവുകയാണ്. കാസർഗോഡിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം തുടങ്ങുമെന്ന് CH കുഞ്ഞമ്പു MLA അറിയിച്ചു. പുതുതായി പരിഗണിക്കുന്ന അതിവേഗ റെയിൽപാത കണ്ണൂരിൽ അവസാനിപ്പിക്കുവാനുള്ള അധികൃത നടപടികൾക്കെതിരെ കാസർകോട്ടെ ജനപ്രതിനിധികളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വികസന ഭൂപടത്തിൽ നിന്ന് ജില്ലയെ തഴയുന്നവർ കേരളത്തിന്റെ വടക്കേയറ്റം കണ്ണൂരല്ലെന്ന കാര്യം ഓർക്കണമെന്ന് ഉദുമ MLA CH കുഞ്ഞമ്പു പറഞ്ഞു. പിന്നോക്കം നിൽക്കുന്ന ജില്ലയെ തീർത്തും അവഗണിക്കുന്ന സമീപനം നീതീകരിക്കാൻ കഴിയില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്ന് യാത്രക്കാരില്ലെന്ന തെറ്റായ വിവരങ്ങൾ ഇതിനായി പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ അതിവേഗ റെയിൽപാത എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു DPR ഉണ്ടാക്കുന്നതെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു, അത് കണ്ണൂരിൽ അവസാനിപ്പിക്കാൻ പാടില്ല, കാസർഗോഡ് വരെ വിടണം. അതിനവർ ന്യായം പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് യാത്രക്കാരില്ല എന്നാണ്. തെറ്റായ വിവരമാണ് അവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, ശരിയേ അല്ല. DPR തയ്യാറാക്കുമ്പോൾ തന്നെ കാസർഗോഡ് നിന്ന് തന്നെ എടുക്കണം, അല്ലാതെ കണ്ണൂർ കൊണ്ട് അവസാനിപ്പിച്ച് പിന്നീട് അത് ഒരിക്കൽ നീട്ടാമെന്നൊക്കെ പറഞ്ഞത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ DPR തയ്യാറാക്കുമ്പോൾ തന്നെ കാസർഗോഡ് കൂടി ഉൾപ്പെടുത്തി ഈ നിർദ്ദിഷ്ട റെയിൽപാത കാസർഗോഡ് വരെ ആക്കുകയും ഈ അതിവേഗ തീവണ്ടി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാകണം. അതല്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം കാസർഗോഡ് ഉണ്ടാകുമെന്ന്. അതിവേഗ റെയിൽപാതയിൽ കാസർഗോഡിനെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽ മന്ത്രിയെ കാണുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും അറിയിച്ചു. അതിവേഗ പാത സംബന്ധിച്ച സമീപനങ്ങൾ അധികൃതർ തിരുത്തണം. DPRൽ കാസർഗോഡ് ഇല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ജില്ലയിലെ MLAമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ. അമൃത ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് ദേശീയപാതയിൽ
കാഞ്ഞങ്ങാട് സൗത്തിൽ അടിപ്പാതയിലൂടെ പോകുമ്പോൾ വലിയ വാഹനങ്ങളുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ബീമുകളിൽ ഉരസുന്നത് ആശങ്ക ഉയർത്തുകയാണ്. ചരക്ക് ലോറി പോലെയുള്ള വാഹനങ്ങൾ വളച്ചെടുക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണ്. വൻ നിർമ്മിതിയിൽ ഉൾപ്പെട്ട കോൺക്രീറ്റ് ബീമുകൾ താഴ്ന്നു കിടക്കുന്നതിൽ കരാർ കമ്പനിക്ക് എതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിലെ അടിപ്പാതയുടെ കിഴക്ക് വശത്തായി ചരക്ക് ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും കടന്നുപോകുമ്പോൾ മുകൾ ഭാഗം കോൺക്രീറ്റ് ബീമുകളിൽ ഉരസുകയും വലിയ ശബ്ദങ്ങൾ ഉണ്ടാകുന്നതും പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുകയാണ്. ഇത് ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് വിലയിരുത്തുന്നു. ഇത്ര വലിയ നിർമ്മിതിക്കിടയിൽ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന ചോദ്യമുയർത്തുകയാണ് നാട്ടുകാർ. പാലം താഴ്ന്നു പോകുന്നുവെന്ന ആശങ്കയുമുണ്ട്. ഒരു ഭാഗത്തായി താഴ്ന്നു കിടക്കുന്ന 2 ബീമുകളിൽ വാഹനങ്ങൾ ഉരസിയതിന്റെ അടയാളം കാണാം. കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ ഇതിന് മറുപടി പറയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കമ്പനിയുമായി ഇന്നലെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പെശക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുണ്ടായത്. ആ പെശക് എങ്ങനെ പരിഹരിക്കുമെന്നതിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അത് പെശക് എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ മേൽപ്പാലത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പെശകിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവരുള്ളത്. സാധാരണ ഞങ്ങൾ പറയാറുന്ന പോലെ കാക്ക് മുറിവുണ്ടായാൽ ആ കാലങ്ങനെ മുറിച്ചു മാറ്റുന്ന നിലയിലേക്കാണുള്ളത്. ഈ മുകളിൽ മുട്ടുന്നതിന്റെ ഭാഗമായി ഈ റോഡ് താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈനേജ് ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോയതെന്നുള്ള ആശങ്ക നിലവിലുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടി കഴിയണം. വാഹനങ്ങളുടെ മുകൾ ഭാഗം ബീമുകളിൽ ഉരസുമ്പോൾ ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും വളച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. ഇതിനു പുറമെ പ്രദേശത്തെ ഓവുചാൽ നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മാവുങ്കാൽ മുതൽ സൗത്ത് ജംഗ്ഷൻ വരെയുള്ള 4 കിലോമീറ്റർ ദൂരത്തിലെ മഴവെള്ളം ഈ പ്രദേശത്ത് വന്ന് കെട്ടി നിൽക്കുന്ന വിധത്തിലാണ് ഓവുചാൽ നിർമ്മിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. പത്തനംതിട്ട ചെങ്ങറയിൽ കടുവ ഭീതി ഒഴിയുന്നില്ല. വീട്ടുമുറ്റത്തിറങ്ങാൻ പോലും ഭയന്ന് ജനങ്ങൾ വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട് ഭയന്നോടിയ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വനം വകുപ്പ് മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. പത്തനംതിട്ട ചെങ്ങറ നിവാസികൾ ഇപ്പോൾ ജീവിക്കുന്നത് കടുത്ത ഭീതിയിലാണ്. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാനോ പുലർച്ചെ ജോലിക്ക് പോകാനോ കഴിയാത്ത വിധം വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ചെങ്ങറ ഭാഗത്ത് ടാപ്പിങ്ങിനിടെ കടുവയുടെ മുന്നിൽപ്പെട്ട വീട്ടമ്മയായ മിനിക്ക് ഭയന്നോടുന്നതിനിടെ കുഴിയിൽ വീണ് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെളുപ്പിനെ 5:30 ആയപ്പോൾ ഞങ്ങൾ വെട്ടാൻ ഇറങ്ങിയതാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഞാൻ ലൈറ്റ് ഇവിടെ വന്നപ്പോൾ ലൈറ്റ് അങ്ങോട്ടടിച്ചപ്പോൾ ഈ സാധനം ആ റോഡിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ലൈറ്റ് അടിച്ചപ്പോൾ അത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് കിടാവോ വല്ലതും ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അനങ്ങാൻ പോയില്ല. എന്നിട്ട് ലൈറ്റ് കെടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചപ്പോൾ അത് ഒന്നുകൂടി ചാടി ഇങ്ങി വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഓടിക്കുമെന്ന് പറഞ്ഞു. ഓടി അവൾ ഈ കുഴിക്കകത്ത് വീണ് നെഞ്ചിടിച്ച് ഇവിടെ ഇടിച്ച് വീണ് ഞാൻ അവളെ പൊക്കി എടുത്തുകൊണ്ട് ഓടുമായിരുന്നു. കൈക്ക് പരിക്കേറ്റ മിനിയെ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് 5:30 ആയപ്പോൾ ഇവിടുന്ന് പണിക്കായിട്ട് ഇറങ്ങി പോകുമായിരുന്നു. അന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ഒരു വഴിയുണ്ട്, ആ റോഡിൽ കൂടെ ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നത്. അന്നേരം ഞാനും എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു. അന്നേരം അവർ പറഞ്ഞത് കടുവയാന്ന്. അന്നേരം ഞങ്ങൾ പിന്നെ ഓടി വഴിക്ക് ഞാൻ ഒരു കുഴിക്കകത്ത് വന്ന് വീണ്. അങ്ങനെ ഞാൻ മലനടിച്ച് വീണു, കൈക്ക് പൊട്ടലായിരുന്നു. 2 ദിവസം മുൻപും ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കുമ്പഴ എസ്റ്റേറ്റിൽ കടുവയെ കണ്ടു ഭയന്നോടിയ ടാപ്പിംഗ് തൊഴിലാളിക്ക് വീണ് പരിക്കേറ്റിരുന്നു. തുടർച്ചയായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിഷേധത്തിനുമിടയാക്കുന്നുണ്ട്. എന്തായെന്ന് പറഞ്ഞാലും തൊഴിലാളികളെല്ലാം ഭീതിയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പം പറയുന്നത്, ഞങ്ങൾ ട്രേഡ് യൂണിയൻ്റെ എല്ലാ യൂണിയൻ്റെ ആൾക്കാർ പറയുന്നത്, നമ്മൾ എല്ലാവരും പുലർന്ന് ജോലിക്ക് ഇറങ്ങുക ടാപ്പിങ്ങുകാർ. അതുപോലെ ഒന്നിച്ച് കൂട്ടം കൂടി വരിക. ഒറ്റപ്പെട്ട് വരുമ്പോൾ ഒരാളെ പിടിച്ച് ആരും അറിയത്തില്ല. ഇപ്പം കാട്ടിനകത്ത് കിടന്നാൽ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൂട്ടം കൂടി വരിക. നമ്മൾ ഫീൽഡ് ഓഫീസറോടും പറഞ്ഞ് മരോടും ഞങ്ങൾ ഇതാ സംസാരിക്കുന്നത്. ഒന്നിച്ചൊരു 5-6 പേര് ഒന്നിച്ച് വന്നിട്ട് അടുത്തടുത്ത് നിന്ന് വെട്ടുവാണെങ്കിൽ നമുക്കൊരു ഭീതി കൂടാതെ വെട്ടാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു ഇത് നിൽക്കുകയാണ്. സർക്കാരിൻ്റെ കുറേ സഹായം വ്യവസായത്തിലേക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിന് ഒരു തടയിടാൻ ഒന്നിരുന്ന് കൂടി വെക്കുവോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അതേസമയം വനപാലകരുടെ പരിശോധന ശക്തമാക്കിയതിനൊപ്പം പ്രദേശത്ത് ഡ്രോൺ നിരീക്ഷണവും ആരംഭിച്ചു. എസ്റ്റേറ്റ് മേഖലയിലെ കുറ്റിക്കാടുകളും മറ്റും കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ചാൽ കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. തിരുനാവായ തീരത്തെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവം അവസാന ആഴ്ചയിലേക്ക് കടന്നതോടെ വൻ ജനപ്രവാഹമാണ് നീളാതീരത്തേക്ക്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഒട്ടേറെ സന്യാസിമാരും മഹോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ഇന്ന് തിരുനാവായ തവനൂർ മാഘമക മഹോത്സവത്തിൽ പങ്കെടുക്കും. മാഘ മഹോത്സവത്തിനായി എത്തുന്ന സ്വാമിജിയെ തവനൂരിൽ ആചാരപൂർവ്വം സ്വീകരിക്കും.
കേരളത്തിന്റെ പൗരാണിക സംസ്കാരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേദിയാകുന്ന നീളാതീരത്തേക്ക് ഒഴുകിയെത്തുന്ന ജനസഞ്ചയത്തിന്റെ കേന്ദ്രബിന്ദു സന്യാസി സമൂഹമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ സന്യാസി ശ്രേഷ്ഠരാണ് തിരുനാവായ തവനൂർ മാഘമക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അമ്മയുടെ പ്രഥമ സന്യാസി ശിഷ്യനും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ഇന്ന് മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തും. വൈകിട്ട് 3-ന് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെത്തുന്ന സ്വാമിജിയെ വൈകിട്ട് 5-ന് തവനൂരിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ആചാരപൂർവ്വം സ്വീകരിക്കും. നീളാതീരത്തെ ഭക്തിസാന്ദ്രമാക്കി സ്വാമി നയിക്കുന്ന ഭക്തിഗാനസുധയിൽ ആയിരങ്ങൾ പങ്കെടുക്കും. തുടർന്ന് സന്ധ്യയ്ക്ക് നടക്കുന്ന നിളാരതിയിലും സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പങ്കെടുക്കും. മാതാ അമൃതാനന്ദമയി മഠം തവനൂർ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ നേതൃത്വത്തിലാണ് ത്രിമൂർത്തി സംഗമ ഭൂമിയിലെ തവനൂർക്കരയിൽ മഹാമാഘ മഹോത്സവം നടക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. വിശ്വാസി സാഗരത്തിൽ നീന്തി കുറുവിലങ്ങാട് പള്ളിയിലെ കപ്പൽ. കോട്ടയം കുറുവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൽ തീർത്ഥാടന ദേവാലയത്തിൽ 3 നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കപ്പൽ പ്രദർശനം ഭക്തിസാന്ദ്രമായി. ആയിരങ്ങളാണ് തിരുനാൾ ആഘോഷങ്ങളിലും കപ്പൽ പ്രദർശനത്തിലും പങ്കെടുക്കാൻ എത്തിയത്. വിശ്വാസികൾ അണിനിരന്നു തീർത്ത സാഗരത്തിനിടയിലൂടെ കപ്പൽ ആടിയുലഞ്ഞു നീങ്ങി. പള്ളിയങ്കണത്തിലും കുരിശടിയിലുമായി ആയിരങ്ങൾ വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിന് സാക്ഷികളായി. കുറുവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ 3 നോമ്പ് തിരുനാളിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് കപ്പൽ പ്രദക്ഷിണം. ബൈബിൾ പഴയ നിയമത്തിൽ യോന പ്രവാചകന്റെ നിനവേ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇത്. ദൈവകൽപ്പന ധിക്കരിച്ച യോന പ്രവാചകൻ കപ്പൽ യാത്രയ്ക്കിടെ കടലിൽ എറിയപ്പെടുന്നത് പുനരാവിഷ്കരിക്കുകയാണിവിടെ. പ്രക്ഷുബ്ധമായിരുന്ന കടൽ യോനായെ കടലിൽ എറിയുന്നതോടെ ശാന്തമാകുന്നു. കടപ്പൂര് കരക്കാരാണ് പ്രദക്ഷിണത്തിൽ കപ്പൽ സംവഹിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കടപ്പൂര് നിവാസികളുടെ കപ്പലുകളിൽ ഒരെണ്ണം പുറംകടലിൽ വെച്ച് കാറ്റിലും കോളിലും പെട്ടു. അവർ കുറവലങ്ങാട് മുത്തിയമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. കുറവലങ്ങാട് പള്ളിയിലെ തിരുനാളിന് എഴുന്നള്ളിക്കാൻ കപ്പൽ നിർമ്മിച്ച് സമർപ്പിക്കാമെന്ന നേർച്ചയും നേർന്നു. കപ്പൽ യാത്രക്കാരുടെ മധ്യസ്ഥനെന്ന് അറിയപ്പെടുന്ന യോന പ്രവാചകനോടും അവർ പ്രാർത്ഥിച്ചു. ഇതോടെ കാറ്റും കോളും ശമിച്ച് കടൽ ശാന്തമായി. അതിൻ്റെ നന്ദി പ്രകാശനമായി കടപ്പൂര് നിവാസികൾ നേർച്ചയായി സമർപ്പിച്ചതാണ് കപ്പലെന്നാണ് ഐതിഹ്യം. AD 105 തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യമുള്ള കുറവലങ്ങാട് പള്ളിയിലെ 3 നോമ്പ് തിരുനാളിൻ്റെ ആരംഭകാലം മുതൽക്കേ കപ്പൽ പ്രദക്ഷിണവും തുടങ്ങിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ കപ്പൽ പ്രദക്ഷിണത്തിലും തിരുനാൾ ചടങ്ങുകളിലും പങ്കാളികളാകാൻ എത്തിയിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. യുക്രൈനിൽ ട്രെയിനിന് നേരെ റഷ്യയുടെ ഡ്രോൺ ആക്രമണം. 200-ലേറെ യാത്രക്കാർ സഞ്ചരിച്ച പാസഞ്ചർ ട്രെയിനിന് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായാണ് സൂചന. ഖർവീവിലെ യാസിക്കോവിന് സമീപത്താണ് സംഭവം നടന്നത്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ട്രെയിനിലെ കോച്ചിന് തീപിടിക്കുകയായിരുന്നു. പിന്നീട് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് തീയണച്ചത്. സംഭവസ്ഥലത്ത് നിന്ന് 5 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായാണ് റിപ്പോർട്ട്. മരിച്ചവരെ തിരിച്ചറിയാനായി DNA പരിശോധന വേണ്ടിവരുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ട്രെയിനിന് നേരെ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണം ഭീകരാക്രമണമാണെന്നും ഈ ഭീകരതയ്ക്ക് റഷ്യ ഉത്തരം പറയണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ലോക ഭൂപടത്തിലെ 195 രാജ്യങ്ങളെ അവയുടെ പതാകകൾ കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ തിരിച്ചറിയും 9ാം ക്ലാസ്സുകാരിയായ ജി സരസ്വതി. വെറും 8 മിനിറ്റും 32 സെക്കൻഡും കൊണ്ട് രാജ്യങ്ങളെ തിരിച്ചറിയുന്നതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. എസ്റ്റോണിയ, ഹംഗറി, ലെബനോൺ, നേപ്പാൾ, ഇറാഖ്. പത്തനംതിട്ട പെരിങ്ങര മങ്ങാട്ട് കൃഷ്ണകുമാറിന്റെയും ഗായത്രിയുടെയും മകളായ ജി സരസ്വതിയുടെ നേട്ടം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഓരോ രാജ്യത്തിൻ്റെയും പതാകകൾ മാറി മാറി വരുമ്പോൾ സെക്കൻഡുകൾ പോലും പാഴാക്കാതെ കൃത്യമായി പേര് പറഞ്ഞു പോകുന്ന സരസ്വതിയുടെ ഏകാഗ്രതയാണ് ശ്രദ്ധേയം. ഞാൻ സിവിൽ സർവീസ് ക്ലബ്ബിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനൊരു ഈ പതാകകൾ തിരിച്ചറിയാനുള്ളൊരു ഇതിലേക്ക് കയറിയത്. അപ്പോൾ അത് നവംബർ 5-നായിരുന്നു ഈ ഒരു റെക്കോർഡ് കൺഫേം ചെയ്തത്. സ്കൂളിൽ നിന്നും അല്ലാത്തടത്തു നിന്നെല്ലാം നല്ലൊരു ഇത് കിട്ടി.
അപ്പം സന്തോഷമുണ്ട് ഇത്രയും ഒരു സപ്പോർട്ട് എല്ലാവരും തന്നതിന്. തിരുവല്ല സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ സരസ്വതി ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നു. സ്കൂളിൽ ഇവർക്കൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ ആ ക്ലബിലൊക്കെ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രസമായിട്ട് ഇങ്ങനെ ഫ്ലാഗിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു അഭിപ്രായം വന്നു കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെയാണ് അതിലേക്ക് വരാനുള്ള സാഹചര്യം. സരസ്വതിയുടെ അതേ പാത പിന്തുടരാനാണ് അനുജത്തി ശ്രീപാർവതിയുടെയും താല്പര്യം. കൂടുതൽ നേട്ടങ്ങൾക്കായി കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് 195 രാജ്യങ്ങളുടെ പേരുകൾ പറയുക എന്നത് ഈ കൊച്ചുമിടുക്കിക്ക് ഒരു ചെറിയ കാര്യമാണ്. ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ക്യാമറാമാൻ രതീഷ് മടമ്പിശ്ശേരിനൊപ്പം കണ്ണൻദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. വാക്രൂ ഫൗണ്ടേഷൻ വാക്ക് ടു ലീഡ് റോബോട്ടിക്സ് ടെക്വസ്റ്റ് പ്രോജക്റ്റിന്റെ 2ാം ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലാതല ഇന്നോവേറ്റേഴ്സ് എക്സ്പോ സംഘടിപ്പിച്ചു. മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നിരവധി പദ്ധതികളുടെ മാതൃകകളുമായാണ് എക്സ്പോയിൽ വിദ്യാർത്ഥികൾ എത്തിയത്. തിരക്കേറിയ ലോകത്ത് അടുക്കളയും മടുപ്പുമാണ് പലരുടെയും തലവേദന. ഈ തലവേദനയ്ക്ക് ഉത്തരവുമായാണ് GUPS തുറയൂരിൽ നിന്നും ഈ കുട്ടികളെത്തിയത്. ഇതെന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റവ് ഓട്ടോമേഷൻ സിസ്റ്റം. അതായത് വീട്ടമ്മമാർ നേരിടുന്നൊരു പ്രശ്നമാണ് ഈ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ട് അത് കരിഞ്ഞു പോവുക. ഇപ്പോൾ പാല് തിളച്ച് മറിയുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് പിന്നെ ഗ്യാസ് ഓട്ടോമാറ്റിക്കലി ഓഫാവും. ഇത് അൾട്രാസോണിക് സെൻസർ എന്ന് പറഞ്ഞൊരു ഉപകരണമാണ്. ആൻഡ് ഇതിൻ്റെ മേലത്തേക്ക് പാൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫായി. സ്മോക്ക് ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. സർക്കാർ സ്കൂളുകളിൽ റോബോട്ടിക് വിദ്യാഭ്യാസവും സ്റ്റെം അധിഷ്ഠിത പഠനവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വാക്രൂ ഫൗണ്ടേഷൻ വാക്ക് ടു ലീഡ് റോബോട്ടിക്സ് ടെക്വസ്റ്റ് പ്രൊജക്ടിന്റെ 2ാം ഘട്ടത്തിലെ ജില്ലാതല ഇന്നോവേറ്റേഴ്സ് എക്സ്പോ സംഘടിപ്പിച്ചത്. എക്സ്പോയിൽ നിരവധി വേറിട്ട കണ്ടുപിടുത്തങ്ങളാണ് കാണാനായത്. സമ്പാദ്യശീലം വളർത്താൻ എന്നും ഓർമ്മിപ്പിക്കുന്ന മെഷീൻ, വെള്ളപ്പൊക്കത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സ്വയം ഉയരുന്ന വീട്, KSEBയെ സഹായിക്കാനുതകുന്ന യന്ത്രം, ഇങ്ങനെ വേറിട്ട നിരവധി ആശയങ്ങൾ. ഓരോ സ്കൂളിലും 30 വിദ്യാർത്ഥികളെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ഇതിൽ ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെ ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നു. എന്നിട്ട് അവർ തന്നെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ലിസ്റ്റ് ചെയ്ത് അവർ തന്നെ പ്രോബ്ലം കണ്ടുപിടിച്ച് അതിൻ്റെ സൊല്യൂഷൻ അവർ തന്നെ ഉണ്ടാക്കി അത് പ്രദർശിപ്പിക്കുന്ന ഇത് സ്കൂൾ ലെവലിൽ നമ്മൾ ആദ്യം ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 6 ടീമിൽ നിന്ന് ഓരോ ടീമിനെ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ 10 സ്കൂളിൽ നിന്നുള്ള അവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ 10 സ്കൂളുകളിൽ റോബോട്ടിക്സ് ടെക്വസ്റ്റ് പ്രൊജക്ടിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കിയത്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലായി ആകെ 19 സ്കൂളുകളിലെ 570 വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ 26 പ്രായോഗിക സെഷനുകളാണ് നൽകിയത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സജീവ സാന്നിധ്യം കൊണ്ടും ഇന്നോവേറ്റേഴ്സ് എക്സ്പോ ശ്രദ്ധേയമായി. അമൃത ന്യൂസ്, കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപ്പന്ന പ്രദർശനമേളയായ ഗൾഫ് ഫുഡ് എക്സിബിഷൻ ദുബായിൽ ആരംഭിച്ചു. 195 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദർശകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും ദുബായ് എക്സ്പോ സിറ്റിയിലുമായാണ് ഇത്തവണ ഗൾഫ് ഫുഡ് പ്രദർശനം നടക്കുന്നത്. ഇന്ത്യയാണ് ഇത്തവണ ഗൾഫ് ഫുഡ് മേളയുടെ പങ്കാളിത്ത രാജ്യം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗൾഫ് ഫുഡ് പ്രദർശനമേള സന്ദർശിച്ചു. ഭക്ഷ്യോൽപ്പന്ന വ്യാപാരത്തെ പിന്തുണയ്ക്കുന്നതിലും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിലും UAE പ്രാദേശികമായും അന്തർദേശീയമായും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്ററിലുമായാണ് ഇത്തവണ ഗൾഫ് ഫുഡ് പ്രദർശനം നടക്കുന്നത്. 195 രാജ്യങ്ങളിൽ നിന്നുള്ള 8500 പ്രദർശകരാണ് ഇത്തവണ ഗൾഫ് ഫുഡിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 100% അധികം പ്രാതിനിധ്യം ഇത്തവണ ഗൾഫ് ഫുഡ് മേളയിലുണ്ട്. ഇന്ത്യയാണ് ഇത്തവണത്തെ ഗൾഫ് ഫുഡ് പ്രദർശനമേളയുടെ പങ്കാളിത്ത രാജ്യം. UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ ഇന്ത്യയുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് സെക്രട്ടറി അവിനാഷ് ജോഷി, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ അഭിഷേക് ദേവ് എന്നിവരും സംബന്ധിച്ചു. റീറ്റെയിൽ ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ നിന്നുള്ള നല്ല പ്രവണതകൾ ഇത്തവണത്തെ ഗൾഫ് ഫുഡ് പ്രദർശനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 161 പ്രദർശകരാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത്. ഭക്ഷണം എന്നത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. പക്ഷേ ഹെൽത്തി ഫുഡാണ് ഇപ്പോഴത്തെ സ്ലോഗൻ. ഒബിസിറ്റി, അതുപോലെ പല രോഗങ്ങളും ഉണ്ടാകുന്നത് ഈ വയറ്റിൽ നിന്നാണ്, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഇന്നോവേഷനിൽ രോഗം വരാതിരിക്കാനും
ഇത് കഴിച്ചിട്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ഉള്ള ഒരുപാട് ഇന്നോവേഷൻസ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷ്യോൽപ്പന്ന മേഖലയിലെ പുതിയ പ്രവണതകളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രുചി വൈവിധ്യവുമൊക്കെ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആഗോള ഭക്ഷ്യോൽപാദന രംഗത്തെ പുത്തൻ മാറ്റങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും രുചിച്ചും അറിയാനുള്ള അവസരം ഇത്തവണത്തെ ഗൾഫ് ഫുഡ് എക്സിബിഷനിലുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് നിർണായക ദിനമാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജയിലിലുള്ള രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് രാഹുലിന്റെ ജാമ്യാപേക്ഷ എത്തിയത്. മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്വേഷണവുമായി ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല. ഒരുപക്ഷെ ജാമ്യം നൽകുകയാണെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ജാമ്യം നിഷേധിച്ചത്. തുടർന്ന് സെഷൻസിലേക്ക് പോകുന്നു. ഇപ്പോൾ സെഷൻസ് ആ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. അവിടെയും പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ വെക്കില്ലേ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. കാരണം ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നതാണ്. അതിനുശേഷമാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വരുന്നത്. അവിടെയും കഴിഞ്ഞ 22-ന് 24-ന് ഈ കേസ് പരിഗണിച്ച് വിധി പറയാനായി വെച്ചിരുന്നുവെങ്കിൽ ആ സമയത്താണ് ഈ രാഹുലിന്റെ അഭിഭാഷകൻ ഒരു വോയിസ് ക്ലിപ്പ് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഇതിന്റെ ആധികാരികത സംബന്ധിച്ച് സംശയം പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും തുടർന്ന് ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് ഈ കേസ് വിധി പറയുന്നതിനെ ഇന്നത്തേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്കൊക്കെ ശേഷം ഇന്ന് ഈ വിധി പറയാൻ കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഈ സമയത്ത് രാഹുലിനെ സംബന്ധിച്ച് പ്രധാനമായും തങ്ങൾ ഉഭയകക്ഷി ബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നതടക്കമുള്ള വാദങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ അതിജീവിതയുടെ ഭാഗത്തു നിന്നും പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ഇതല്ല, ഇത് തീർച്ചയായും വലിയൊരു കുറ്റം, അതായത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ ജാമ്യം നൽകുന്നത് മറ്റുള്ളവർക്ക് തെറ്റായ സന്ദേശം നൽകും തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതിയിൽ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ആദ്യ പരാതിക്കാരി നൽകിയ പരാതിയിൽ ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതും ഇന്നത്തെ ദിവസം തന്നെയാണ്. കാരണം ഈ പരാതിക്കാരിയുടെ ഒരു സത്യവാങ്മൂലമൊക്കെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിക്ക് യാതൊരു വിധത്തിലും ജാമ്യം നൽകരുത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകളടക്കം ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം തനിക്കെതിരെയുള്ള ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളവ പുറത്തുവിടും, അതുകൊണ്ട് യാതൊരു വിധത്തിലും ജാമ്യ ഹർജി നൽകരുത് എന്നതൊക്കെയാണ് പ്രധാനമായും അവിടെയും ഉന്നയിക്കുന്നത്. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചാകും ഇനിയുള്ള ദിവസങ്ങൾ. അത് ഇന്ന് ഈ ജാമ്യ ഹർജി പരിഗണിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന ഒരു തരത്തിലേക്ക് മാറും. എന്തായാലും ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ്. മായ, കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു നിർണായകമായ ദിവസം തന്നെയാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസ്, അതിൻ്റെ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി എടുക്കുകയാണ്. എന്താവുമെന്ന് കണ്ടറിയാം. അതോടൊപ്പം ഒന്നാം ബലാത്സംഗ കേസിലും ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, രാഹുലിന് ഇപ്പോൾ കണ്ണൻ പറയുകയായിരുന്നു മൂന്നാം ബലാത്സംഗ കേസിൻ്റെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് എടുക്കുന്നുണ്ട്. ഏറെ നിർണായകമാണ് രാഹുലിന് എന്ന് പറയുകയുണ്ടായി. ഒപ്പം ഒന്നാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി അതിപ്പോൾ ഹൈക്കോടതി ഇന്നിപ്പോൾ പരിഗണിക്കുകയാണ്. എന്തിനാണ് ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യത? എങ്ങനെയാണ് നിയമവിദഗ്ധരൊക്കെ എന്തു പറയുന്നു? ഈ മൂന്നാം ബലാത്സംഗ കേസൊക്കെ തള്ളിയതാണ് ആദ്യം, ജാമ്യാപേക്ഷ തള്ളിയതാണ് ആദ്യം, എന്നിട്ടാണ് സെഷൻസിലേക്കൊക്കെ പോയത്. പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല അന്വേഷണവുമായി, ഇയാളെ ജാമ്യം നൽകി പുറത്തുവിടുകയാണെങ്കിൽ സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഈ ഒന്നാം ബലാത്സംഗ കേസിലും ഇത് ആവർത്തിക്കില്ലേ? പ്രോസിക്യൂഷൻ ഇതൊക്കെ ഹൈക്കോടതിയിൽ വെക്കില്ലേ? ഹലോ കിരൺ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറഞ്ഞോളൂ. ആ ആ
മായ, രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള ആദ്യ പീഡന പരാതിയിലാണ് മുൻകൂർ ജാമ്യം ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിശദമായിട്ടുള്ള വാദം ഹൈക്കോടതിയിൽ കേട്ടിരുന്നു. ഇന്നും ഈ വാദം തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ഈ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് തന്നെയാണ് നിലകൊള്ളുന്നത്. പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിജീവിതയുടെ സത്യവാങ്മൂലം അടക്കം ഉള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിൽ അതിജീവിത പറയുന്നത് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ കേസ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. രാഹുൽ ലൈംഗികമായിട്ടുള്ള ചൂഷണം തുടർന്നിരുന്നു. ഇതിൽ പ്രായപൂർത്തിയാകാത്ത 10ഓളം പെൺകുട്ടികൾ അടക്കമുണ്ട് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. ഏതായാലും നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിലാണ് ഹൈക്കോടതി വിശദമായിട്ടുള്ള വാദം കേട്ടിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഈ മുൻകൂർ ജാമ്യത്തെ എതിർക്കുകയും പ്രധാനമായിട്ടും ഈ രാഹുൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അത് അതിജീവിത നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷയെ എതിർത്തിരിക്കുന്നത്. രാഹുലിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ കേസുകളുടെ സമാനമായിട്ടുള്ള 2 കേസുകൾ കൂടി പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ അതിജീവിത സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 3ാമത്തെ കേസിലാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ ജയിലിൽ കഴിയുന്നത്. ഏതായാലും രാഹുലിന് മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. മായ, കിരണാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 1ാം ബലാത്സംഗ കേസിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി വിപണി വിലയിരുത്തലുകളുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെ നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രകടമാണെങ്കിൽ കൂടിയും വിപണിയുടെ അവസാനം നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ വ്യാപാരത്തിനിടെ 25,000 എന്ന നിലവാരത്തിന് താഴേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റി വീണ്ടും നീങ്ങുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അത് മറികടന്നുകൊണ്ടുള്ള ഒരു വ്യാപാരം സാധ്യമാവുകയും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടരണമെങ്കിൽ 25,500 എന്ന മുൻനിര സൂചികയായി നിഫ്റ്റിയുടെ നിലവാരം പ്രധാനമാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയിൽ ഈ ഒരു നേട്ടത്തിൻ്റെ തുടർച്ച നിലനിൽക്കുകയുള്ളൂ. അതിന് ഏറ്റവും പ്രേരകമായി പ്രവർത്തിക്കുക കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളും ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളുമാണ്. വേറൊരു പ്രധാനപ്പെട്ട ഘടകം ഞായറാഴ്ച ഫെബ്രുവരി 1-ാം തീയതി വരാനിരിക്കുന്ന പൊതു ബജറ്റാണ്. ബജറ്റ് ദിവസം പ്രത്യേക വ്യാപാര ദിനമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ബജറ്റ് മുമ്പ് തന്നെ വിപണിയിൽ ഈ രീതിയിലുള്ള ഒരു ഏറ്റക്കുറച്ചിലുകൾ പ്രകടമായ സ്ഥിതിക്ക് അന്നും വളരെ വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ബജറ്റ് മുമ്പുള്ള ഊഹാപോഹങ്ങളെ മുൻനിർത്തിയുള്ള നീക്കങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക വിപണിയിൽ. അതുകൊണ്ട് തന്നെ വളരെ ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഇടപെടേണ്ട സമയമാണ് ഇപ്പോൾ വിപണിയിൽ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർന്ന കനത്ത വിൽപ്പന ഒരു പരിധിവരെ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തോതിലുള്ള വിൽപ്പന തുടരുക തന്നെയാണ്. അതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ സൂചിപ്പിക്കുന്ന ഇന്ത്യ ബ്രിക്സ് സൂചിക 15 എന്ന നിലവാരത്തിലേക്ക് ഇന്നലെ എത്തിയിരുന്നു. ഇത് അടുത്തിടെ ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന നിലവാരം തന്നെയാണ്. അത് കാണിക്കുന്നതും വരും ദിവസങ്ങളിൽ കയറ്റങ്ങൾ തുറന്നേക്കുമെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് 25,500 എന്നുള്ള നിലവാരം മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനവുമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തും. പ്രിയങ്ക ഗാന്ധി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നിവരുടെ ഓഫീസുകളിലേക്കാണ് മാർച്ച്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് MT രമേശ് ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് പുറത്തു കൊണ്ടുവരാൻ SIT തയ്യാറാകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP മാർച്ച് നടത്തുന്നത്. വിവരങ്ങളുമായി ആദ്ര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആദ്ര, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലേക്ക് BJP പ്രതിഷേധവുമായി രംഗപ്രവേശം ചെയ്യുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? മായ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനും പങ്കുണ്ട് എന്ന ആരോപണവുമായി ഭരണപക്ഷവും ഒപ്പം BJPയും ഒക്കെ രംഗത്തെത്തിയിരുന്നു. BJP മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രൻ കോൺഗ്രസിനെയും അതുപോലെ തന്നെ CPMനെയും ഒക്കെ വെച്ചുകൊണ്ടുള്ള പാരഡി ഗാനം പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിന്റെ ഇതിലുള്ള പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP ഏതായാലും ഒരു
കോൺഗ്രസിനെതിരെയുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നിലവിൽ ഏതായാലും കടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നേതാക്കളുടെ ഓഫീസിലേക്കാണ് BJP മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി, അടൂർ പ്രകാശ്, ആന്റണി എന്നിവരുടെ ഓഫീസിലേക്ക് BJP ഏതായാലും മാർച്ച് നടത്തും. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് MT രമേശാണ് ഉദ്ഘാടനം ചെയ്യുക. ഈ SIT കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് SIT പുറത്തു കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഏതായാലും ഈ ഒരു മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലേക്കൊക്കെ തന്നെ BJP കടന്നിട്ടുള്ളത്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധ മാർച്ച് അടൂർ പ്രകാശിന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ ഓഫീസിലേക്കും ഒക്കെ തന്നെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ BJP തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ സോണിയാഗാന്ധിയുടെയൊക്കെ ഉൾപ്പെടെയുള്ള ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ ഇതിലുള്ള പങ്ക് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു സമരത്തിലേക്ക് BJP കടന്നിരിക്കുന്നത്. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രശസ്ത ഹിന്ദി പിന്നണി ഗായകൻ അർജിത് സിംഗ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ ഇനി മുതൽ പുതിയ സിനിമകളിൽ പിന്നണി ഗായകനായി കരാറുകളിൽ ഒപ്പിടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. സംഗീത സംവിധായകനും ഉപകരണ സംഗീത വാദകനുമാണ് അർജിത് സിംഗ്. ബോളിവുഡിലെ യുവതലമുറ ഗായകരിൽ ഏറ്റവും ശ്രദ്ധേയനായ അർജിത് കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംഗീത ലോകത്തെയും ആരാധകരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 38-ാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായത്. കോട്ടയം പാമ്പാടിയിൽ കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ വെച്ച് സാഹസിക യാത്ര. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് പാമ്പാടി പോലീസ് കേസെടുത്തു. വാഹനം പിടികൂടുകയും ഉടമയെ കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇന്ത്യ ന്യൂസിലാൻഡ് 4ാം T20 ഇന്ന്. ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച ടീം ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞു. ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം 3 മത്സരങ്ങളിലും നിറം മങ്ങിയ സഞ്ജു സാംസണ് ഇന്ന് നിർണായകമാണ്. ആദ്യ മത്സരത്തിൽ 10 റൺസും 2ാം മത്സരത്തിൽ 6 റൺസും 3ാം മത്സരത്തിൽ റൺസൊന്നും എടുക്കാതെയുമാണ് സഞ്ജു പുറത്തായത്. ലോകകപ്പ് ടീമിൽ ഇടം നേടിയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജുവിന് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും. രാത്രി 7 മണി മുതൽ വിശാഖപട്ടണത്താണ് മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ. നമസ്കാരം.